അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 17 ചൊവ്വാഴ്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഉച്ചവരെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വോട്ടർമാരെ നേരിട്ട് കണ്ടു. ഉച്ചയ്ക്ക് 12 മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ബൈക്ക് റാലിയിലും പങ്കെടുത്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 8 മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂർ വരെ റോഡ് ഷോ നടത്തി. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും വോട്ട് അഭ്യർത്ഥനയുമായി മണ്ഡലത്തിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തിയതിനാൽ പ്രത്യേകമായി കൊട്ടിക്കലാശം വേണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനം. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട് സന്ദർശനം മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ലെന്ന് M സ്വരാജ്. കോൺഗ്രസിലെ സൌമ്യമുഖമായിരുന്നു VV പ്രകാശ് എന്നും രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും സ്വരാജ് പറഞ്ഞു. ആരോപണങ്ങൾക്കും തർക്കങ്ങൾക്കും ഉദ്ദേശിച്ച് ചെയ്തതല്ലെന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരും സുഹൃത്തുക്കളാകുമെന്നും സ്വരാജ് വ്യക്തമാക്കി. വ്യക്തിപരമായി ആക്രമിക്കുന്ന ശൈലി ഇപ്പോൾ പ്രബലമായി കൊണ്ടിരിക്കുന്നുവെന്നും വ്യക്തി എന്ന നിലയിൽ ആക്രമിക്കുന്നതിന് പകരം രാഷ്ട്രീയ അഭിപ്രായ ഭിന്നത പറയുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി മാറി CPM-ൽ ചേർന്ന പാലക്കാട് കോട്ടായി മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഓഫീസ് കയറി തകർത്ത കമാനം കോൺഗ്രസ് പ്രവർത്തകർ പുനഃസ്ഥാപിച്ചു. കൊടിമരത്തിൽ കോൺഗ്രസ് പതാകയും സ്ഥാപിച്ചു. പാലക്കാട് ചിറ്റൂരിൽ കള്ളിൽ വീണ്ടും ചുമമരുന്ന് സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത് എക്സൈസ്. ക്രമക്കേട് കണ്ടെത്തിയ ഷാപ്പ് ലൈസൻസി ആലപ്പുഴ സ്വദേശി R സുജാത, ജീവനക്കാരൻ രാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസ്. ചിറ്റൂർ റേഞ്ചിലെ 6ാം ഗ്രൂപ്പിലെ നവക്കോട് കള്ളുഷാപ്പിലാണ് ചുമമരുന്നിൽ ചേർക്കുന്ന ബെനാട്രിൽ എന്ന രാസപദാർത്ഥം കണ്ടെത്തിയത്. തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ ഇമെയിൽ വഴി ബോംബ് ഭീഷണി സന്ദേശം. ഇന്ന് രാവിലെയാണ് സന്ദേശം എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കി. സന്ദേശം എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണ്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ആലപ്പുഴ ആർത്തുങ്കൽ ഹാർബറിന് സമീപം അജ്ഞാത പുരുഷന്റെ മൃതദേഹം തീരത്ത് അടിഞ്ഞു. വാൻഹായ് കപ്പലിൽ നിന്ന് കാണാതായ ആളുടേതെന്നാണ് സംശയം. കഴിഞ്ഞ ദിവസം ഞാറക്കലിൽ നിന്ന് കടലിൽ കാണാതായ യമൻ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം ആകാനും സാധ്യതയുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് മൃതദേഹം. തിയേറ്ററിൽ എന്ത് പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഗുണ്ടാ സംഘങ്ങളല്ലെന്ന് സുപ്രീംകോടതി. കമലഹാസന്റെ തഗ് ലൈഫ് സിനിമയുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. കമലഹാസൻ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പേരിൽ ചിത്രത്തിന്റെ റിലീസ് തടയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഗ്രൂപ്പുകളെയും ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞ കർണാടക സർക്കാരിനെതിരെയും സുപ്രീംകോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. നിയമം ആവശ്യപ്പെടുന്നത് സിനിമ റിലീസ് ചെയ്യണമെന്നാണെന്ന് കോടതി വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ 131 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് ഗുജറാത്ത് സർക്കാർ. 124 പേരുടെ കുടുംബത്തെയും വിവരം അറിയിച്ചു. ഇതുവരെ 83 മൃതദേഹങ്ങൾ വിട്ടുനൽകിയെന്നും ബാക്കിയുള്ളവ ഉടൻ വിട്ടുനൽകുമെന്നും ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. അതേസമയം മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള DNA പരിശോധനകൾ ഇന്നും തുടരും. അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ ആയിട്ടില്ല. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സ്ഥലത്തുനിന്ന് ലഭിച്ച സാധനങ്ങൾ പോലീസിന് കൈമാറി സന്നദ്ധ പ്രവർത്തകർ. കത്തിനശിച്ച സ്ഥലത്തുനിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് 800 ഗ്രാമിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ, 80,000 രൂപ, പാസ്പോർട്ടുകൾ, ഒരു ഭഗവത്ഗീത എന്നിവയാണ് കണ്ടെടുത്തത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഇന്നത്തെ വിമാന സർവീസ് റദ്ദാക്കി. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സർവീസായിരുന്നു ഇന്ന് നിശ്ചയിച്ചിരുന്നത്.
AI-159 എന്ന കോഡിൽ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ അഹമ്മദാബാദ് ലണ്ടൻ വിമാന സർവീസ് എയർ ഇന്ത്യ ഇന്നലെ നടത്തിയിരുന്നു. ആണവായുധ ശേഖരത്തിൽ പാകിസ്ഥാനെ പിന്നിലാക്കി ഇന്ത്യ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്കളാഴ്ച പുറത്തിറക്കിയ ഇയർബുക്കിലെ കണക്കുകൾ അനുസരിച്ചാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ചൈനയുടെ ആണവായുധ ശേഖരമെന്നും SIPRI ഇയർബുക്ക് വ്യക്തമാക്കുന്നു. പ്രണയവിവാഹത്തെ ചൊല്ലിയുള്ള കുടുംബത്തർക്കവുമായി ബന്ധപ്പെട്ട തട്ടിക്കൊണ്ടുപോകലിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് HM ജയറാമിനെ തമിഴ്നാട്ടിൽ കസ്റ്റഡിയിലെടുത്തു. മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കസ്റ്റഡി. പുരട്ജി ഭാരതം പാർട്ടിയുടെ നേതാവും MLAയുമായ പൂവൈ ജഗൻമൂർത്തിയോട് അന്വേഷണത്തിനായി പോലീസിന് മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. കൊച്ചിയിൽ നിന്നും ദില്ലിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി. ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം അടിയന്തരമായി ഇറക്കി. യാത്രാമധ്യേ നാഗ്പൂർ വിമാനത്താവളത്തിലാണ് വിമാനം അടിയന്തരമായി ഇറക്കിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി ഹൈക്കോടതി. മുൻകൂർ ജാമ്യ ഹർജിയിൽ മറുപടി സമർപ്പിക്കാൻ സർക്കാർ വീണ്ടും സമയം ചോദിച്ചതോടെയാണ് കോടതി നടപടി. കേസിൽ മൊബൈൽ ഫോൺ വിവരങ്ങൾക്കപ്പുറം വേറെ തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലേ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. ആന്ധ്രാപ്രദേശിൽ 67,732 അധ്യാപകർക്ക് സ്ഥലംമാറ്റം. 2025 സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും സംബന്ധിയായാണ് വലിയ തോതിൽ അധ്യാപകർക്ക് സ്ഥലം മാറ്റമുണ്ടായത്. വിദ്യാഭ്യാസത്തിന്റെ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സമഗ്രമായ മാറ്റമാണ് ആന്ധ്രയിലേതെന്നാണ് വകുപ്പ് വിശദമാക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ ഡയറക്ടർ വി വിജയരമ രാജുവിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വിമാനസഞ്ചാരികൾക്ക് നേരെ വ്യാപക പ്രതിഷേധം. ഓവർ ടൂറിസം കാരണം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുവെന്ന് ആരോപിച്ചാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. തെക്കൻ യൂറോപ്പിലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലാണ് വ്യാപകമായി പ്രതിഷേധം നടക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ സാങ്കേതിക തകരാർ. കൊൽക്കത്ത നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി വിമാനം പരിശോധിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിനിൽ സാങ്കേതിക തകരാറുകളുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. UAEയിൽ ഹിജ്റ പുതുവർഷത്തോടനുബന്ധിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി പ്രഖ്യാപിച്ചു. ജൂൺ 27 വെള്ളിയാഴ്ചയാണ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി ലഭിക്കുക. ശനിയാഴ്ച വാരാന്ത്യ അവധി ലഭിക്കുന്ന ചില ജീവനക്കാർക്ക് ജൂൺ 27 മുതൽ ജൂൺ 29 വരെ അവധി ലഭിക്കും. ജൂൺ 30 തിങ്കളാഴ്ചയാകും ഔദ്യോഗിക പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിന്റെ തലസ്ഥാനമായ ടെഹ്റാന് പുറത്തേക്ക് മാറ്റിയതായി വിദേശകാര്യ മന്ത്രാലയം. സ്വന്തം നിലയ്ക്ക് മാറാൻ കഴിയുന്ന മറ്റ് പൌരന്മാർ എത്രയും വേഗം നഗരം വിടണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇന്ത്യക്കാരുമായി എംബസി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആദ്യ ബാച്ച് ഇന്ത്യക്കാരുമായുള്ള വിമാനം നാളെ ദില്ലിയിലേക്ക് പുറപ്പെടും എന്നാണ് സൂചന. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൂടുതൽ മിസൈലുകൾ എത്തിയെന്നും പ്രധാന വടക്കൻ ഇസ്രായേലി നഗരത്തിൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങിയെന്നും റിപ്പോർട്ട്. ടെൽ അവീവിൽ, ഹൈഫ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ എത്തിയെന്നും എന്നാൽ ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രായേലിൽ യാതൊരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഈ മിസൈലുകൾ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞുവെന്നുമാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ ഇറാന്റെ പുതിയ സൈനിക കമാൻഡർ അലി ഷദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ.
ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് അലി ഷദ്മാനി കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇസ്രായേൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മേജർ ജനറൽ ഗൊലാം അലി റാഷിദിനെ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അലി ഷദ്മാനിയെ പുതിയ കമാൻഡറായി നിയമിച്ചത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ശക്തമായതോടെ വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായി. കുവൈറ്റ് നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണ്. ഗൾഫ് സഹകരണ കൌൺസിൽ മന്ത്രിതല കൌൺസിലിന്റെ നിലവിലെ ചെയർമാനായ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ ഗൾഫ് വിദേശകാര്യമന്ത്രിമാരുടെ 48ാമത് അസാധാരണ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. സൗദി അറേബ്യ, ഖത്തർ, UAE, ഒമാൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളടക്കം ഉൾപ്പെടുന്ന 20 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടത്. സംഘർഷം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ചയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ നിലയമായ നദാൻസിലെ 15,000-ഓളം സെൻട്രിഫ്യൂജുകൾക്ക് കാര്യമായ തകരാർ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് UN ആണവോർജ്ജ ഏജൻസി. നദാൻസിൽ യുറേനിയം സെൻട്രിഫ്യൂജുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഭൂഗർഭ അറകൾക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ട് തകരാറുകൾ സംഭവിച്ചിട്ടില്ലെങ്കിലും നിലയത്തിലെ വൈദ്യുതി ബന്ധം ഇസ്രായേൽ തകർത്തത് സെൻട്രിഫ്യൂജുകളെ സാരമായി ബാധിച്ചിട്ടുണ്ടാകാം എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ ഗ്രോസി വ്യക്തമാക്കിയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും തടസ്സപ്പെടുന്നു. വിവിധ വിമാനങ്ങൾ റദ്ദാക്കുകയും പല സർവീസുകളും വൈകുകയും ചെയ്തു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമപാതയിൽ വിലക്കുള്ളതിനാൽ പല വിമാനങ്ങളും ഒമാൻ വ്യോമപാതയാണ് ഉപയോഗിക്കുന്നത്. ഇറാൻ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ഒമാൻ ആകാശപാതയിൽ തിരക്കേറിയതാണ് വിമാന സർവീസുകൾ റദ്ദാക്കാൻ കാരണമായത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് എത്രയും വേഗം ആളുകൾ ഒഴിഞ്ഞുപോകണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടതായിരുന്നുവെന്നും എന്നാൽ അവർ അത് ചെയ്തില്ലെന്നും പറഞ്ഞ ട്രംപ് ഇപ്പോഴത്തെ നടപടി മനുഷ്യജീവിതം പാഴാക്കലാണെന്നും ഇറാനെ ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. ചതുർദിന ടെസ്റ്റ് മത്സരങ്ങൾ ഔദ്യോഗികമായി നടപ്പാക്കാനൊരുങ്ങി ICC. 2027-2029 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിലാകും ചതുർദിന ടെസ്റ്റ് മത്സരങ്ങൾ ICC അവതരിപ്പിക്കുക. ICC ചെയർമാൻ ജയ്ഷായും അനുകൂല നിലപാട് എടുത്തതോടെയാണ് ചതുർദിന ടെസ്റ്റ് മത്സരങ്ങൾക്ക് വഴിയൊരുങ്ങിയത്. ചെറിയ ടീമുകൾക്കും ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാൻ കൂടുതൽ അവസരമൊരുക്കാനും കൂടുതൽ ടെസ്റ്റ് പരമ്പരകൾക്ക് വഴി തുറക്കാനുമാണ് ICC നിർണായക തീരുമാനം എടുക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.